ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ സായിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അവന് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അവൻ എന്താണോ കളിക്കുന്നത് അത് നമ്മളും കൂടെ കൂടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ ഒരു പണികളും നടക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ടി വി കാണും. എനിക്ക് തോന്നുന്ന ഒരു ദിവസത്തിൽ മാക്സിമം 1 അവർ അല്ലെങ്കിൽ 2 അവർ കാണുമായിരിക്കും. പക്ഷേ അത് കണ്ടിന്യൂസ് ഉള്ള കാഴ്ചകളല്ല, ഇടവിട്ടൊക്കെ ആയിരിക്കും അവൻ കാണുന്നത് കേട്ടോ. പിന്നെ വഴക്ക് കൂടാതിരിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അവന് ഫോണോ ലാപ്ടോപ്പോ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. വേണമെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ ഇരിക്കുന്ന പോലെ അവൻ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷേ ഇപ്പോൾ അവന് 3 വയസ്സ് കഴിഞ്ഞു കേട്ടോ. ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും, അജേഷനാണേലും ഞാനാണേലും ഒരിക്കൽ പോലും അവന് വഴക്ക് കൂടാതിരിക്കാനായിട്ട് ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അത് ഓരോ പേരൻസും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അല്ലേ അവർ മക്കളെ വളർത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടും തീരുമാനങ്ങളും ഉണ്ടാവും കേട്ടോ. ഞാൻ ഞങ്ങളുടെ ഒരു രീതിയാണ് കേട്ടോ പറഞ്ഞത്. എന്താണേലും സായി ഉണ്ടായതിന് ശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ ഫോൺ കൊടുത്ത് അവൻ്റെ ഒരു വഴക്ക് മാറ്റാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ സായിക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവൻ ഫോൺ യൂസ് ചെയ്തിട്ടുമില്ല. നമുക്ക് അവനെ പേടിച്ചിട്ട് ഫോൺ മാറ്റി ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഫോൺ വെക്കുന്നത്. അവൻ ഒരിക്കലും അത് ആവശ്യപ്പെട്ട് കാണണമെന്നോ അത് വേണമെന്നോ ഒരിക്കലും പറയാറുമില്ല കേട്ടോ. പിന്നെ അവൻ തട്ടിമറിച്ചിടലല്ലോ എന്നോർത്ത് അവിടെ ടേബിൾ എവിടെയെങ്കിലും വെച്ചാലും ആ ഒരു പ്രോബ്ലവും ഇല്ല. കാരണം അവൻ ഒരിക്കലും വന്ന് അത് എടുക്കില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ് കേട്ടോ. പിന്നെ കൂടുതൽ സമയം അവൻ്റെ കൂടെ പുറത്ത് പോകുമ്പോഴാണേലും അവൻ്റെ കൂടെ വീട്ടിലിരിക്കുമ്പോഴാണേലും അവൻ എന്താണോ ചെയ്യുന്നത് അത് അവൻ്റെ കൂടെ നമ്മളും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പം അവൻ കാണുന്ന TV കാണുമ്പോൾ, അവൻ കാണുന്ന കാർട്ടൂൺ കാണുമ്പോൾ അത് നമ്മളും കണ്ട് അവനത് ചോദിക്കുന്ന ഡൗട്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രയോജനമുള്ളത്, നമുക്കിഷ്ടപ്പെട്ട സിനിമകൾ കാണാനും അവൻ സമ്മതിക്കും കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. സിനിമയിൽ അവിടെ സ്റ്റണ്ട് നടക്കുമ്പോൾ അവനിവിടെ എൻ്റെ അടുത്ത് സ്റ്റണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഈ ഒരു കളികളും ചിരികളും വികൃതികളും ഒക്കെ ഈ ഒരു പ്രായത്തിലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ രീതികൾ മാറ്റം വരും, അവരുടേതായ സ്വഭാവങ്ങളും മാറ്റം വരും. വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോവുകയല്ലേ. ഇനി അമ്മമാരാകാൻ പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരായി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശീലിച്ചോ, ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കില്ല എന്ന്. നിങ്ങളെക്കൊണ്ടും അതിന് പറ്റും. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം 1 ഇയർ വരെയാണ് വീട്ടിൽ നിന്ന് അമ്മമാർ മാറി മാറി വന്ന് സായിനെ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അജേഷനും ഞാനും തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്ക് പോണ സമയത്ത് അവനെ ഡേ കെയറിലാക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, നമ്മൾ ടയേർഡായിരിക്കും, വീട്ടിലെ പണികൾ ഇഷ്ടംപോലെ ഉണ്ടാവും, ഫുഡ് ഉണ്ടാക്കാനുണ്ടാവും, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ സ്ട്രെസ്സും ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്നല്ലേ. ഇത് ആർക്കെങ്കിലും പ്രയോജനം ആവട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തില്ലെങ്കിലും അവർ തനിയെ അവരുടെ സമയമാകുമ്പോൾ അവർ തന്നെ ഇതെല്ലാം പഠിച്ചോളും. കുട്ടികളിപ്പോൾ നമ്മുടെ ഒപ്പം കളിച്ചും ചിരിച്ചും വളരട്ടെ. എന്തിനാണ് അവരെ നമ്മൾ ഈ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഇരുത്തുന്നത്? കാരണം അവർക്ക് ചുറ്റുവട്ടമുള്ളതൊക്കെ അവർ കാണട്ടെ, അവരിതൊക്കെ പഠിക്കട്ടെ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ എന്നാണല്ലേ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്താണേലും സായിക്കുട്ടൻ കുറേ നേരത്തെ അകത്തെ കളികൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നല്ല ക്ലൈമറ്റും കൂടിയല്ലേ, അപ്പോൾ അവന് പുറത്തിറങ്ങി കളിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല, ചൂടൊന്നുമില്ല, നല്ല തണുത്ത അന്തരീക്ഷമാണ്. പിന്നെ അതുമല്ല ദേ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം സമയമായില്ല, 5 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും പെട്ടെന്ന് ഇപ്പോൾ ഇരുട്ടും കേട്ടോ, പെട്ടെന്ന് ഇരുട്ടി തുടങ്ങി. ഈവനിങ് ചായക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊമ്മൂസ് ഉണ്ടാക്കി കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ അറിയത്തേ ഉണ്ടായിരുന്നില്ല. അതിൻ്റേതായ ചില കുറവുകൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബാക്കി മൈദമാവ് മുഴുവൻ നമ്മുടെ സായിക്കൂട്ടൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവൻ അവിടെ പോയിരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി. അതിൽ പകുതി മാവും ഇവൻ അത് അക്വേറിയത്തിൽ കൊണ്ട് ഇടുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ അക്വേറിയം കഴുകി ക്ലീനാക്കാൻ ഞാൻ ഒരുപാട് സമയവും എടുക്കേണ്ടി വന്നു കേട്ടോ. എന്താണേലും കുഴപ്പമില്ല, അവനത് നന്നായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ എൻ്റെ ചപ്പാത്തിയുടെ കോലൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നിട്ടാണ് പരത്തുന്നത്. ഞാൻ എന്താണോ ചെയ്തത് കണ്ടത് അത് തന്നെയാണ് കേട്ടോ അവനും ചെയ്യുന്നത്. അങ്ങനെ സായിക്കുട്ടൻ എന്താണേലും ഈ ഒരു പരിപാടിയിലായതുകൊണ്ട് എൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കാൻ പറ്റിയിട്ടോ. കാരണം സായി എവിടെയെങ്കിലും അടങ്ങിയിരുന്നാലല്ലേ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം ഗ്യാസിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ. അവന് അല്ലെങ്കിൽ പിന്നെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കും, അവൻ്റെ കൂടെ വന്നിരിക്കും. അവൻ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടോ. എന്താണേലും നമ്മുടെ അക്വേറിയത്തെ ഞാൻ എടുത്തുകൊണ്ട് നേരെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. അതിനവിടെ കൊണ്ടുപോയി വെച്ചതിനുള്ള കരച്ചിലാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. പിന്നെ
പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ചായയും മൊമൂസും ഒക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ചമ്മന്തിക്കുള്ള ഞാൻ കുറച്ച് സവാള വെച്ച് തക്കാളി വെച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബാക്കി ഇത്രയും റൈസ് മിച്ചം വന്നു കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി വേണ്ടല്ലോ, 2 പേര് മാത്രമല്ലേ കഴിക്കുള്ളൂ, സായക്കുട്ടനും ഒത്തിരി വേണ്ടല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ വൈകിട്ടത്തേക്ക് കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ, അതും ചൂടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.